2024 2020 ലോകകപ്പ് കിരീട വിജയത്തിന് പിന്നാലെ 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച രോഹിത് ശർമ്മ ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് വിരമിക്കുന്നുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത്. ക്രിക്കറ്റിൻ്റെ സൗന്ദര്യം ടെസ്റ്റ് മത്സരങ്ങളാണ്. ഏതൊരു ബാറ്ററെയും ബോളറെയും കൃത്യമായി ഇളക്കാൻ ടെസ്റ്റ് മത്സരങ്ങൾക്ക് സാധിക്കും. ഈ അളവുകളുടെ തട്ടിൽ രോഹിത് ശർമ്മ എന്ന പോരാളി വ്യത്യസ്തനായിരുന്നു. ഇന്ത്യൻ ടീം കണ്ട മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ രോഹിത് ഇത്തരത്തിലാണോ ടെസ്റ്റിൽ നിന്ന് വിരമിക്കേണ്ടിയിരുന്നതെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണോ 67 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യക്കായി പാടണിഞ്ഞ രോഹിത് ടെസ്റ്റ് മത്സരങ്ങൾ അവസാനിപ്പിക്കേണ്ടതെന്ന ചോദ്യവും ബാക്കിയാണ്. മികച്ച ഒരു വിട പറയൽ ടെസ്റ്റ് ഹിറ്റ്മാന് ഒരുക്കേണ്ടത് BCCIയുടെയും സെലക്ടർമാരുടെയും ചുമതലയായിരുന്നു. എന്നാൽ ഇതിനൊന്നും ആരും മെനക്കെട്ടില്ല. ഫലമോ IPL മത്സരങ്ങളുടെ ആരോപണങ്ങൾക്കിടയിൽ രോഹിത് ടെസ്റ്റിൽ നിന്നുള്ള റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കേണ്ടി വന്നു. ടെസ്റ്റിൽ രോഹിതിൻ്റെ ഭാവി സംബന്ധിച്ച ചർച്ചകൾ രോഹിത് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. ജൂണിൽ ആരംഭിക്കാൻ പോകുന്ന ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ രോഹിത് ഉൾപ്പെടുമോ എന്ന കാര്യത്തിൽ ആർക്കും മറുപടി നൽകാൻ സാധിച്ചിരുന്നില്ല. ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിനെ 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ദേവ്ജിത്ത് സൈകിയ വ്യക്തമാക്കിയിരുന്നു. രോഹിത് ടീമിൽ ഇടം നേടുമെന്ന കാര്യത്തിൽ BCCIയും ടീം മാനേജ്മെൻറ്റും തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ടീം പരിശീലകൻ ഗൗതം ഗംഭീർ നൽകിയ മറുപടി. ഈ ഘട്ടത്തിൽ തന്നെ കാര്യങ്ങൾ തനിക്ക് അനുകൂലമല്ലെന്ന് രോഹിത് തിരിച്ചറിഞ്ഞിരുന്നു. ഇന്ത്യയുടെ 35ാമത് ടെസ്റ്റ് ക്യാപ്റ്റനാണ് രോഹിത്. 2013 വെസ്റ്റ് ഇൻഡീസിനെതിരെ ഈഡൻ ഗാർഡൻസിലായിരുന്നു രോഹിത്തിൻ്റെ ടെസ്റ്റ് അരങ്ങേറ്റം. 67 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 116 ഇന്നിംഗ്സുകളിൽ പാടണിച്ച ഹിറ്റ്മാൻ 57.05 സ്ട്രൈക്ക് റേറ്റിൽ 4301 റൺസാണ് നേടിയത്. ഇതിൽ 12 സെഞ്ചുറികളും 18 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നുണ്ട്. 40.57 ശരാശരി. 473 ഫോറുകൾ രോഹിത്തിൻ്റെ ബാറ്റിൽ നിന്ന് ബൗണ്ടറിയിലെത്തിയപ്പോൾ 88 സിക്സറുകൾ സ്വന്തമാക്കി. 212 റൺസാണ് ഉയർന്ന സ്കോർ. 2010 നാഗ്പൂരിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ടോസ് ചെയ്യുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ രോഹിത് ടെസ്റ്റ് യാത്ര 3 വർഷം മുമ്പ് ആരംഭിക്കുമായിരുന്നു. പരിക്ക് കാരണം സ്വന്തം മൈതാനത്ത് ടെസ്റ്റ് അരങ്ങേറ്റം കുറിക്കാനുള്ള അവസരമാണ് അന്ന് രോഹിത്തിന് നഷ്ടമായത്. രോഹിത്തിൻ്റെ ഈ പരിക്ക് വൃദ്ധിമാൻ സായിക്കാണ് അന്ന് നേട്ടമായത്. 2011-2012 പെർത്തിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 3ാം മത്സരത്തിൽ രോഹിത് വീണ്ടും ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിൽ വിരാട് കോഹ്ലി മോശം പ്രകടനം പുറത്തെടുത്തോടെ രോഹിത് ടീമിൽ ഇടം നേടുമെന്ന അഭ്യൂഹം ശക്തമായി. 3ാം ടെസ്റ്റിൽ കോഹ്ലിക്ക് പകരക്കാനായി രോഹിത് ശർമ്മയാണ് പരിഗണിച്ചത്. എന്നാൽ അന്നത്തെ ക്യാപ്റ്റനായിരുന്ന MS ധോണി കോഹ്ലിക്കൊപ്പം നിന്നു. സെലക്ടർമാരുടെ സമ്മർദ്ദം വകവയ്ക്കാതെ ധോണി കോഹ്ലിയെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തി. ഇതോടെ രോഹിത്തിൻ്റെ ടെസ്റ്റിലേക്കുള്ള പ്രവേശനം വീണ്ടും വൈകി. ഒടുവിൽ 2013 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ടെസ്റ്റ് അരങ്ങേറ്റം കുറിക്കാൻ താരത്തിനായി. സെലക്ടർമാരുടെ വാക്കുകൾ തള്ളി ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കോഹ്ലിയെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തിയ ധോണിയുടെ ഈ തീരുമാനം കോഹ്ലിയുടെ കരിയറിൽ പിന്നീട് വഴിത്തിരിവായി. അന്ന് രോഹിത്തിന് അവസരം നൽകാതിരുന്ന ധോണി പിൽക്കാലത്ത് രോഹിത്തിനെ ടീം ഇന്ത്യയുടെ ഏകദിന ഓപ്പണറാക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയും ക്രിക്കറ്റ് ലോകം കണ്ടു. ധോണിയുടെ ഈ 2 തീരുമാനങ്ങളാണ് കിങ് കോഹ്ലിയെയും ഹിറ്റ്മാനെയും ഇന്ത്യക്ക് സമ്മാനിക്കാൻ കാരണമായത്. കന്നി ടെസ്റ്റിൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡും 2ാം ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ രോഹിത് പ്ലെയർ ഓഫ് ദി സീരീസ് സ്വന്തമാക്കിയാണ് അന്നും മടങ്ങിയത്. 2021 വിരാട് കോഹ്ലിയിൽ നിന്ന് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത രോഹിത് ഇന്ത്യൻ ടീം കണ്ട ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റർ അല്ലെങ്കിലും അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ചെറുതല്ല. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രോഹിതാണ്. 2716 റൺസാണ് അദ്ദേഹം നേടിയത്. 2019-2020 സീസണിലെ തുടക്കം മുതൽ 2023-24 വരെയുള്ള ടെസ്റ്റുകളിൽ രോഹിത്തിൻ്റെ ശരാശരി 50.03 ആയിരുന്നു. ഈ കാലയളവിൽ 25 ഇന്നിംഗ്സുകളിൽ 50 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശരാശരി നേടിയ 8 ബാറ്റ്സ്മാൻമാർ മാത്രമാണുള്ളത്. 2019 ഒക്ടോബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ ഓപ്പണറുടെ കുപ്പായമണിഞ്ഞു. ഓപ്പണറായി എത്തുന്നതിന് മുമ്പ് 20 മത്സരങ്ങൾ കളിച്ചു. ഭൂരിഭാഗം മത്സരങ്ങളും ടോപ്പ് ഓർഡറിലാണ് കളിച്ചത്. 24 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യ നയിച്ച രോഹിത് 12 വിജയങ്ങൾ സ്വന്തമാക്കി. 9 മത്സരങ്ങൾ തോറ്റപ്പോൾ 3 സമനിലയിലായി. ക്യാപ്റ്റൻസിയിൽ രോഹിത്തിൻ്റെ വിജയ ശതമാനം 50%. എന്നാൽ 2021 ശേഷം രോഹിത്തിൻ്റെ പ്രകടനം മോശമാണ്. 2021 ഫെബ്രുവരി മുതൽ 2023 ജൂലൈ വരെ തുടർച്ചയായി 30 ഇന്നിംഗ്സുകളിൽ ഒറ്റയക്കത്തിൽ പുറത്തായി. 30 ഇന്നിംഗ്സുകളിൽ 50.04 ആയിരുന്നു ശരാശരി. 1401 റൺസ് മാത്രമാണ് ഈ കാലയളവിൽ നേടാനായത്. സമീപകാല ടെസ്റ്റ് മത്സരങ്ങളിൽ രോഹിത്തിൻ്റെ പ്രകടനം മോശമാണ്. 2024 ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ രോഹിത്തിന് മോശം വർഷമായിരുന്നു. 14 ടെസ്റ്റുകളിൽ നിന്ന് 619 റൺസ് മാത്രമാണ് നേടിയത്. 24.76 ആയിരുന്നു ശരാശരി. ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ മോശം പ്രകടനത്തിൻ്റെ പേരിൽ ഏറെ പഴി കേൾക്കേണ്ടതായും വന്നു. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ ആദ്യ മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്നതും പിന്നീട് ടീമിനൊപ്പം ചേർന്നെങ്കിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ഇതിനിടെ ടീമിൽ നിന്ന് സ്വയം പിന്മാറുന്ന കാഴ്ചയും കണ്ടു.
എന്നിരുന്നാലും ടീം ഇന്ത്യക്കായി അത്ഭുതങ്ങൾ പലകുറി പുറത്തെടുത്ത രോഹിത്തിന് നല്ലൊരു വിരമിക്കൽ മത്സരം ഒരുക്കാമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല.